അപ്പൊ കുട്ടികളെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ഇപ്പതാ ഒരാൾ പറയവേ. അപ്പൊ കാര്യം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ ഗൈസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ചെറുതായിട്ടൊരു അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലുതും ചെറുതുമായിട്ട് എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പിലാണ് കേട്ടോ അത് സെലിബ്രേറ്റ് ചെയ്യാറ്. ബിക്കോസ് ലൈഫിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാഫ്സിനുള്ള ഫുഡൊക്കെ അവിടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കറ്റാനം കേക്ക് വേൾഡിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ 2 ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചിക്കനും ഒന്ന് മട്ടനും ആണ്. അതിൽ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. വൻ ശോകം, പീസസ് ഒന്നും ഇല്ലായിരുന്നു, എല്ല് ഫുള്ള് വാരിയിട്ട് തന്നേക്കുമായിരുന്നു. അത് നമ്മൾ ചോദിച്ചപ്പോഴാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു കേട്ടോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതങ്ങനെ വൻ ഫ്ലോപ്പ് ആയിപ്പോയി കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ആയിട്ടൊക്കെ സർപ്രൈസ് ആയിട്ട് നമ്മളെ മാക്സിലൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇഷ്ടമുള്ള എടുത്തോളാനാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. സത്യം പറഞ്ഞാൽ എന്നെ മാക്സിലാക്കി പോയിട്ട് ചെറിയൊരു സർപ്രൈസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പുള്ളിയുടെ പ്ലാൻ. പക്ഷെ അവിടുത്തെ കളക്ഷൻ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയേ. അപ്പൊ പിന്നെ പ്ലാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകേണ്ടി വന്നു കേട്ടോ. അത് ഗോൾഡ് ആണെന്നുള്ളത് ചെറിയൊരു ഐഡിയ ഒക്കെ എല്ലാവർക്കും വന്നു കാണും അല്ലേ? അത് ഗൈസ് ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നേരത്തെ ഇതുപോലെ ഈ കൈൻഡ് ഓഫ് ബ്രേസ്ലെറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് പുള്ളിക്കാരൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഗൈസ് അടുത്ത സർപ്രൈസ് ഇവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ. അമ്മയും ചാച്ചയും കേക്കൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങള് അടിപൊളിയാക്കിയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്തെ ഫാമിലി ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ഈ പുറത്തൊക്കെ പോയി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ അത്രേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.